के लिए वचन की ओर हम मनन करते हैं। നാം ഇന്ന് വായിച്ചത് 112 സങ്കീർത്തനമാണ്. 112वां भजन संगीता आज हमने पढ़ा, എന്നാൽ അതിലെ വിഷയങ്ങളോടനുബന്ധിച്ച മറ്റൊരു ഭാഗത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. मगर उस भजन संगीता से रिलेटेड एक दूसरा संदेश है जो मैं आपको देना चाहता हूं। നാം ഈ 112 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ഒന്നാമത്തെ വാക്യത്തിൽ യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. यहोवा की स्तुति करो, क्या ही धन्य है वो पुरुष जो यहोवा का भय मानता है, उसकी आज्ञाओं को अति प्रसन्न रखता है। നാം താഴോട്ട് വായിക്കുന്നത്, യഹോവയെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യന്റെ ഭാഗ്യകരമായ അനുഭവങ്ങളും അനുഗ്രഹങ്ങളുമാണ്. जो हम देखते हैं, जो पुरुष यहोवा का भय मानता है और उसकी आज्ञाओं का पालन करता है, उसके आशीषमय अवस्थाओं के बारे में हम आगे पढ़ते हैं वचन में। നാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. हम आगे चौथे आयत में पढ़ते हैं, सीधे लोगों के लिए अंधकार में बीच में भी ज्योति का उदय होता है। ആറാം വാക്യത്തിൽ വായിക്കുന്നു, അങ്ങനെയുള്ളവർ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. और हम छठे आयत में पढ़ते हैं कि वो लोग हमेशा अटल रहते हैं। സ്തോത്രം. ഏഴാം വാക്യത്തിൽ വായിക്കുന്നു, ദുർവർത്തമാന നിമിത്തം അങ്ങനെയുള്ളവർ ഭയപ്പെടുകയില്ല. और आगे लिखते हैं कि बुरे समाचार से वे लोग डरते नहीं है, 7वें अध्याय में आयत में। കാരണം അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്നു. क्योंकि वो यहोवा पे भरोसा रखकर उसका दिल जो है स्थिर रहता है। സ്തോത്രം. അപ്പൊ ഇങ്ങനെ നീതിമാനായ ദൈവവചനം അനുസരിക്കുന്ന ഒരു ഭക്തന്റെ ഭാഗ്യകരമായ അനുഭവങ്ങളാണ് ഇതിലെ വർണ്ണനകൾ. ये सब धर्मी व्यक्ति के लक्षण को दिखाते हैं जो परमेश्वर से भय खाता है और परमेश्वर पे भक्ति करता है। അങ്ങനെ ഭക്തിയോടെ ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് നിങ്ങളോട് ഇന്ന് അല്പസമയം ഞാൻ സംസാരിക്കുന്നത്. एक धर्मी व्यक्ति जो परमेश्वर का भक्त है, उस व्यक्ति के संबंध में मैं कुछ बातें बताना चाहता हूँ। ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ വായിച്ചു വരുന്ന വേദഭാഗത്ത് നിന്നുമാണ് നിങ്ങളോട് പറയുന്നത്. ये बात जो है हमारे घर के आराधना में जो ये करने वाला सोचा हुआ वचन है। ये ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ കണ്ടിന്യൂസ് ആയിട്ട് വേദപുസ്തകം വായിച്ചു വരിക പതിവാണ്. हम लोग हाउस प्रेयर में जो है रेगुलरली पढ़ने वाला कुछ वचन है, उनमें से एक वचन है ये। രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 18-19 അധ്യായങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത്. दूसरे राजा का 19वां अध्याय से कुछ भाग पढ़ना चाहता हूं मैं। 18 और 19 दोनों अध्यायों में से हैं. അതായത് യഹൂദയുടെ 13ാമത്തെ രാജാവിന്റെ ചില അനുഭവങ്ങൾ. यहूदा का 13वां राजा, उसके जीवन का कुछ भागों को मैं बताना चाहता हूं। നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേൽ സോളമൻ രാജാവിന്റെ കാലത്തിന് ശേഷം രണ്ടായി പിരിഞ്ഞിരുന്നു എന്ന്. सोलोमन राजा जब इजराइल का राजा था, उसके राज्य के पश्चात जो है 2 भागों में राज्य विभाजित हो जाता है, വടക്കും തെക്കും എന്ന്. एक नॉर्थ इजराइल और साउथ इजराइल बन जाता है। അതിൽ തെക്ക് സതേൺ കിങ്ഡമാണ് യഹൂദ. और उसका सदन इजराइल को यहूदा कहा करते थे। അവിടെ ഒരു രാജവംശം, വൺ ഡൈനാസ്റ്റി മാത്രമേ രാജഭരണം നടത്തിയിട്ടുള്ളൂ. वहां एक ही घराने का राजाओं का राजपाट चला करता था, ദാവീദിന്റെ ഡൈനാസ്റ്റി, ഡേവിഡിക് ഡൈനാസ്റ്റി മാത്രം. दाऊद का घराना ही वहां से ही राजा बनता था वहां पर। എന്നാൽ വടക്കേ രാജ്യത്ത് ഒത്തിരി ഡൈനാസ്റ്റി എന്ന് പറയാൻ ഒക്കത്തില്ല, ഒത്തിരി കുടുംബങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും അവിടെ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. मगर नॉर्थ इजराइल में जो है कई घराने के कई राजाएं उसके राजपाट किया करते थे। ഇത് തെക്കേ രാജ്യമായ യഹൂദയുടെ കാര്യമാണ്. हम जो यहाँ पर पढ़ रहे हैं सदर्न किंगडम ऑफ इजराइल, जिसपे यहूदा कहा जाता था। തലസ്ഥാനം യെരുശലേം.
और उसका कैपिटल था यरूशलेम। ദാവീദിന്റെ കുടുംബക്കാരായിരുന്നു അവിടുത്തെ മുഴുവൻ രാജാക്കന്മാർ. वहां के सभी राजाएं जो हैं दाऊद के घराने के लोग थे। അതിൽ 13-ാമനെ കുറിച്ചാണ് നമ്മുടെ പരാമർശം. और उसमें से 13वां राजा उसके बारे में हम आज सीखेंगे। അയാളുടെ പേര് ഹിസ്കിയാവ് എന്ന് പറയും. उसका नाम था हिजकिया। നമുക്ക് വളരെ പരിചയമുള്ള ആളാണ് അദ്ദേഹം. हम सब उससे अच्छी तरह वाकिफ हैं। നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നത് ഏത് വിഷയത്തിലാ? हम उसके बारे में अक्सर किस बारे में हम अच्छी तरह जानते हैं? എക്സ്റ്റൻഷൻ ഓഫ് इस लाइफ ബോണസ് ലൈഫ് കിട്ടിയ ആൾ അദ്ദേഹം. उनको जीवन में जो है उनकी आयु की वृद्धि की गई प्रार्थना के बाद। എത്ര വർഷം? कितने साल उनका जीवन में आयु बढ़ाया गया? 15 साल उनकी आयु में बढ़ोतरी की गई थी। അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹിസ്കിയാവിനെ അറിയാം. उस संबंध के वजह से हम लोग हिजकिया राजा के बारे में जानते हैं। ചിലപ്പോൾ ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസർ വന്ന ഒരു രാജാവായിട്ട് അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. ट्यूमर या कैंसर से बाधित एक राजा हिजकिया है। പക്ഷേ കർത്താവ് തന്നെ സൗഖ്യമാക്കിയതും ആയുസ് നീട്ടിക്കൊടുത്തതും ഒക്കെ നമുക്കറിയാം. मगर परमेश्वर ने उसे चंगा किया और 15 साल उसकी आयु बढ़ा दी। ये सब बातें हम अच्छी तरह जानते हैं। പക്ഷേ അത് ഗുണമായോ ദോഷമായോ? मगर ये उसके जीवन में भला हुआ या हानि हुआ? ദോഷമായി തീർന്നു. उसके जीवन का हानि का समय था वो। അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് ദൈവത്തോടൊന്നും പിടിച്ചു വാങ്ങരുതെന്ന്. तो इसीलिए हम लोग अक्सर करते हैं कि परमेश्वर से जोर जबरदस्ती कर प्रार्थना कर कुछ मांगना नहीं है। ചിലപ്പോൾ നാം അങ്ങനെ ചെയ്താൽ എന്നാ നീ കൊണ്ടുപോകുന്നും പറഞ്ഞ് തമ്പുരാൻ വല്ലതും തന്നിരിക്കും. अगर जोर जबरदस्ती करने से परमेश्वर शायद आपको कुछ दे दे, ये लेके जा कर बताएगा वो। പക്ഷേ അത് നന്മയായിരിക്കില്ല. मगर वो जो प्रदान करता है परमेश्वर आपके जीवन में भलाई शायद नहीं होगा। അതുകൊണ്ട് ദൈവം നമുക്ക് തന്റെ പ്രസാദത്തിൽ തരുന്നത് മതി എന്ന് വെച്ചോണം. परमेश्वर अपनी प्रसन्नता में जो कोई आप लोग को उपलब्ध कराता है वही आपके लिए भला है। അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് അത്രയും പറഞ്ഞ ആ ഭാഗത്തിൽ നിന്ന് മറന്നു. वो हमारा विषय नहीं है, मगर उतना बताकर मैं आगे बढ़ता हूँ। അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം उनके संबंध में लिखा हुआ खास वचन की कुछ बातें हैं यहाँ पर। 18-ാമത്തെ അധ്യായം उसका 8वां अध्याय അതിന്റെ 5-ാമത്തെ വാക്യം. उसका 5वां आयत। up to 7. ഇവിടെ ഹിസ്കിയ രാജാവിനെ കുറിച്ചുള്ള ഒരു പ്രധാന പരാമർശമുണ്ട്. यहाँ हिजकिया राजा के जीवन का सबसे खास बात लिखा गया है। നാം വായിച്ച 5-ാമത്തെ വാക്യത്തിൽ കണ്ടു, ഇസ്രായേലിലെ അല്ലെങ്കിൽ യഹൂദയിലെ വേറെ ഏത് രാജാക്കന്മാരെക്കാളും ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായിരുന്നു ഹിസ്കിയാവ്. सबसे हिजकिया राजा जो है यहूदा में सबसे श्रेष्ठ राजाओं में गिना जाता है और उसकी बराबरी उसके पहले या उसके बाद में किसी के साथ नहीं की जा सकती है। അവൻ 6-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവയുടെ വചനം പിന്മാറാതെ അവൻ അനുസരിച്ചു വന്നു. वो उसकी आज्ञाओं का पालन ठीक तरह से किया करता था। ദൈവിക കൽപ്പനകളിൽ അവൻ നടന്നു. परमेश्वर की आज्ञा अनुसार जीवन को बिताने वाला व्यक्ति था। സ്തോത്രം. അവൻ ചെന്നിടത്തൊക്കെ കൃതാർത്ഥനായി. और वो जहां कहीं जो कोई भी काम करता था वो सब में जीत सक्सेस पाता था। സ്തോത്രം. അങ്ങനെയുള്ള ഒരു നല്ല രാജാവ്. वैसा एक भला और आशीषमय राजा था वो। എനിക്ക് ഇതിനെ ഊട്ടി ഉറപ്പിക്കുന്ന മറ്റൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. मगर इसके संबंध में है कुछ और बातें हैं वहां पर लिखी गई है। 3-ഉം 4-ഉം കൂടെ വായിച്ചോ. उसका 3 और 4 जरा पढ़कर देखिए।
അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. वो परमेश्वर को जो बात प्रसन्न करता था उन बातों को किया करता था. അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന രാജാക്കന്മാർ സ്ഥാപിച്ച വിഗ്രഹങ്ങളെ ഒക്കെ നീക്കിക്കളഞ്ഞു. और जो भी മൂർത്തിയോं को स्थापित जो पहले राजाओं ने किया वो सभी मूर्तियों को तोड़ दिया उसने. ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു. और अपनी प्रजा को जो भटके हुए थे वो लोगों को परमेश्वर की ओर उनको घुमा दिया. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? आप लोगों ने ध्यान दिया उसमें कुछ खास बात लिखी गई है. നെഹുഷ്ടാൻ എന്ന പിച്ചള സർപ്പത്തെയും ഹിസ്കിയാവ് എന്ത് ചെയ്തു? ഉടച്ചു കളഞ്ഞു. नेहुस्तान नाम का पीतल का सांप जो मूसा ने बनाया था उसको तोड़ दिया उसने. ആരുണ്ടാക്കിയതായിരുന്നു? वो सांप को किसने बनाया था? സ്തോത്രം, മോശ ഉണ്ടാക്കിയത്. मूसा ने बनाया हुआ था पीतल का सांप. ഇസ്രായേലിൽ മോശയേക്കാൾ വലിയ വേറെ ഒരുത്തനില്ല. इजराइल में देखा जाए तो मूसा से बढ़कर कोई भी व्यक्ति नहीं है. അബ്രഹാമിനേക്കാളും വലിയവനാണ് മോശ. अब्राहम से भी महान व्यक्ति इजराइल के लिए मूसा है. കാരണം ദൈവിക കൽപ്പനകൾ വാങ്ങിക്കൊടുത്തത് അദ്ദേഹമാണ്. क्योंकि इजरायलियों को जो है परमेश्वर से आज्ञाओं को पाने वाला व्यक्ति मूसा था. മിസ്രൈമിൽ നിന്നും വിടുവിച്ചത് മോശയാണ്. और मिस्र देश से उद्धार कराया वो भी मूसा था. ആ നിലയിൽ മോശയേക്കാൾ വലിയ ഒരാളില്ല. इसी कारणवश जो है मूसा से बड़ा इजराइल में और कोई नहीं है. ആ മോശ ചെയ്തതിനെ പോലും ഉടച്ചു കളയാനുള്ള കരുത്തും തന്റെ ഇടവും കാണിച്ച രാജാവാണ് ഹിസ്കിയാവ്. मगर हिजकिय्याह राजा जो है ऐसा साहस दिखाया कि मूसा ने बनाया हुआ पीतल का सांप है उसको भी तोड़ डाला उसने. മോശ ചുമ്മാതെ ഉണ്ടാക്കിയതല്ല, ദൈവം പറഞ്ഞിട്ടാ ചെയ്തത്. मूसा ने व्यर्थ में नहीं बनाया मगर परमेश्वर ने कुछ कहा उसकी आज्ञा के अनुसार उसने पीतल का सांप उसने बनाया था. പക്ഷെ പിൽക്കാലത്ത് അതും ഇസ്രായേലിന്റെ വിഗ്രഹമായി. मगर आगे के दिनों में मूसा के बाद में भी लोग इजराइल के लोग जो है सांप का मूर्ति बनाया था उसकी आराधना किया करते थे. മോശ ഉണ്ടാക്കിയതായാലും തെറ്റാണെങ്കിൽ അതിനെ തെറ്റെന്ന് പറയാനുള്ള ആത്മീയ കരുത്ത് എനിക്കും നിങ്ങൾക്കും വേണം. मूसा ने भी बनाया होगा शायद मगर मूसा ने कोई गलत काम सिखाया आपको तो गलत कामों को गलत बताने के लिए उतना तो साहस और सामर्थ्य आप में भी होना चाहिए. മോശയേക്കാൾ ഏതൊരു ആത്മീയ നേതൃനിരയിലുള്ളവരെക്കാളും ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിനുമാണ് പ്രാധാന്യം നാം നൽകേണ്ടത്. हमारा आत्मिक नेतृत्व भी करता होगा मगर वचन के आधार पर परमेश्वर के कहने के मुताबिक नहीं बल्कि गलत रास्ता को कोई भी सिखाता हो तो गलत को गलत कहना हमें उत्साहस होना चाहिए. ആ വിഷയത്തിൽ എനിക്ക് ഈ ഹിസ്കിയാവിനെ ഒത്തിരി ഇഷ്ടമായി. और उस वजह से हिजकिय्याह को मैं बेहद पसंद करता हूं. അങ്ങനെ ഭക്തനായ നീതിമാനായ ഒരു രാജാവ്. वैसा एक भक्त और धर्मी राजा था हिजकिय्याह. അദ്ദേഹം ചെന്നിടത്തൊക്കെ കൃതാർത്ഥനായി എന്ന് നാം വായിക്കുന്നു. वो जहां कर भी कहां भी गया वहां पर सक्सेसफुल रहा. പക്ഷേ അങ്ങനെയുള്ള ഒരു രാജാവിന്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധിയെയും കൂടെ നിങ്ങളുടെ മുൻപിൽ ഞാൻ വെക്കട്ടെ. मगर वैसे एक धर्मी राजा के जीवन में हुआ एक बड़ा समस्या के बारे में आप लोगों को समझाना चाहता हूं. രണ്ട് കാര്യങ്ങൾ ഞാൻ തൊട്ടുവിടാം. दो बातों को मैं छू कर निकलना चाहता हूं. അതിലൊന്ന് 19-ാം അധ്യായത്തിലുണ്ട്. एक है 19वां अध्याय में है. दूसरा राजा 19वां अध्याय അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. उसका तीसरा आयत जरा पढ़ें. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനോട് ഈ ഹിസ്കിയ രാജാവ് തന്റെ കഷ്ടതയുടെ നടുവിൽ പറഞ്ഞ കാര്യങ്ങളാണ് നാം വായിച്ചു കേൾക്കുന്നത്. हिजकिय्याह राजा जो है आइजिया के साथ बांटा हुआ कठिनाई वालों के दिन के बारे में वर्णन है यहाँ पर. പഠിയേ മോളെ. ഇത് കഷ്ടവും
ശാസനയും നിന്ദയും ഉള്ള ദിവസമത്രേ. आज का दिन जो है संकर और भतना से और निंदा का दिन है. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പക്ഷേ പ്രസവിക്കുവാനുള്ള കരുത്തില്ല. बच्चों को जन्म देने का समय है, मगर जच्चा को जन्म देने का सामर्थ्य या बल नहीं है. നമ്മൾ ഒരു പാട്ടിൽ പാട്ട് പാടാറുണ്ട്, കഷ്ടവും മഹാശാസനയും നിന്ദയും ഉള്ള ദിനവും ഇതേ. ഈ വാക്യമാണ് എടുത്ത് ആ പാട്ടിൽ ഇട്ടിരിക്കുന്നത്. हम जो पास्टर ने जो मलयालम गाना गाया था वो यही वचन के आधार पर लिखा हुआ एक गाना है. ഇത് എങ്ങനെയുള്ള ദിവസം? ये किस प्रकार का दिन है? കഷ്ടതയുള്ള ദിവസം. ये संकटों से भरा हुआ दिन है. ശാസനയുള്ള ദിവസം. ये भत्सना की करने वाला दिन है. ഇത് നിന്ദയുള്ള ദിവസം. और ये एक निंदा से भरा हुआ एक दिन है. എല്ലാവരും അവന്റെ കൂടെ വരുന്നുണ്ടല്ലോ? क्या आप लोग हमारे संग है? സ്തോത്രം. ഭക്തനായ രാജാവ്, एक भक्त राजा, യഹോവയുടെ ആരാധനയെ പുനഃസ്ഥാപിച്ച രാജാവ്, यहोवा का आराधना को पुनर्स्थापन किया हुआ राजा, മോശ പോലും സ്ഥാപിച്ച പിച്ചള സർപ്പത്തെ ഉടച്ചു കളയാൻ ആത്മീയ കരുത്ത് കാട്ടിയവൻ, मूसा का बनाया हुआ पीतल का सांप को भी तोड़ा हुआ सामर्थ दिखाने वाला राजा, എന്നാൽ മോശ കൽപ്പിച്ച വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചവൻ, मूसा की आज्ञाओं से आज्ञा से मूसा से प्रदान हुआ आज्ञाओं का पालन करने वाला एक राजा, ചെന്നിടത്തൊക്കെ കൃതാർത്ഥത കൈവരിച്ചവൻ. जहां कहीं भी गया उसको विक्ट्री मिला वहां पर. പക്ഷേ ഇവിടെ എന്താ അദ്ദേഹം പറയുന്നത്? मगर यहाँ पर वो क्या कह रहा है? കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ഒരു ദിവസത്തിലൂടെ താൻ കടന്നു പോകുന്നു. वो भत्सना से, संकटों से, निंदाओं से भरा हुआ दिन से गुजर रहे थे. वो അസീറിയായുടെ രാജാവ് യഹൂദയെ ആക്രമിക്കുവാൻ വരികയാണ്. अशूर का राजा जो है इजराइल के ऊपर हमला करने के लिए आ रहा है. ഈ ഹിസ്കിയ രാജാവിനെ അയാൾ വല്ലാതെ കളിയാക്കി. और हिजकिय्याह राजा को बहुत सारा निंदनीय बातें जो है ये अशूर के राजा करने लगे. താഴോട്ടുള്ള വാക്യങ്ങളിൽ അത് കൊടുത്തിട്ടുണ്ട്. आगे के वचनों में वो पढ़ सकते हैं ये बातों को. ഇപ്പൊ നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ പറയുന്നത് കേൾക്കത്തില്ല. अब हम लोग जब बातें करते हैं तो आप पढ़ते रहेंगे तो आपको समझ नहीं आएगा. അപ്പോൾ ഈ 4 തൊട്ടുള്ള വാക്യങ്ങളിൽ ഹിസ്കിയ രാജാവ് നേരിട്ട അശൂർ രാജാവിന്റെ നിന്ദയെ കുറിച്ചാണ് പറയുന്നത്. ये चौथे आयत से हम पढ़ सकते हैं जो अशूर राजा जो है हिजकिय्याह राजा उसके परमेश्वर के बारे में निंदनीय बातें जो करते हैं उसके बारे में वर्णन है. അതും കഴിഞ്ഞിട്ട് അശൂർ രാജാവ് ഒരു എഴുത്ത് കൊടുത്തു വിട്ടു. और इसके पश्चात अशूर राजा ने एक खत भी लिखा जो हिजकिय्याह को पहुंचाया गया. അതിനകത്തിലും നിന്ദകൾ എഴുതി കൊടുത്തു വിട്ടിരിക്കുക. उस चिट्ठी में भी अशूर राजा ने पूरा निंदनीय बातों को अशूर राजा के लिए लिखा था. ഹിസ്കിയ രാജാവിനെതിരായിട്ടും हिजकिय्याह राजा के खिलाफ गलत बातें, യഹൂദ ദേശത്തിനെതിരായിട്ടും यहूदा देश के खिलाफ कई बातें, എല്ലാറ്റിലും ഉപരി ഹിസ്കിയാവിന്റെയും യഹൂദയുടെയും ദൈവമായ യഹോവയ്ക്ക് വിരോധമായും എഴുതിയ എഴുത്തുകളും നിന്ദാവാചകങ്ങളുമായിരുന്നു അത്. और हिजकिय्याह राजा का परमेश्वर और वहां के लोगों के खिलाफ जो है गलत गलत बातों को लिखकर एक चिट्ठी के रूप में उसके सामने प्रस्तुत किया गया. അത് വെച്ചുകൊണ്ടാണ് യെശയ്യാവിനോട്, പ്രവാചകനോട് രാജാവ് പറയിച്ചത് ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസമാണ്. इसीलिए वो बताता है कि ये कष्ट, संकटों से भरा, निंदाओं से भरा और भर्त्सना से भरा हुआ दिन है कर. ഇനിയും അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. जरा 14 वचन से जरा पढ़ें. യാ ഇവിടെ നാം കാണുന്നു അശൂർ രാജാവ് കൊടുത്തയച്ച എഴുത്ത് ഹിസ്കിയാവ് വാങ്ങി വായിച്ചു ദൈവസന്നിധിയിൽ ചെന്ന് അത് വിടർത്തി. हिजकिय्याह राजा ने अशूर राजा का जो चिट्ठी है उसको पूरी तरह पढ़ा और उसके बाद में वो चिट्ठी ले जाकर परमेश्वर के सामने खोल कर रख दिया. എന്നിട്ട് എന്താ രാജാവ് പറയുന്നത്? और उसके बाद राजा क्या कहता है?
Yeah. Praise God. ഇവിടെ നിന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. इन वचनों से दो बातों को आप लोग के सामने रखना चाहता हूं. ഇത്ര ഭക്തനും നീതിമാനുമായിരുന്ന ഹിസ്കിയാവിന്റെ ജീവിതത്തിലും പ്രയാസങ്ങളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായി. ऐसे भक्त और धर्मी हिजकिय्याह राजा के जीवन में भी कई प्रकार की समस्याओं निंदाओं को उसके सामना करना पड़ा. പഴയ നിയമത്തിലായിരുന്നിട്ടുകൂടെ ഈ ഭക്തനായ രാജാവിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ നേരിട്ടു. ये पुराने नियम का इस राजा के जीवन में भी कई प्रकार के समस्याओं और संकटों का सामना उसने करना पड़ा. നമ്മൾ പുതിയ നിയമത്തിലായിട്ടും കൂടെ പലപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, സ്തോത്രം, ഭക്തനായിട്ട് ജീവിച്ചിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവുന്നോ എന്ന്, അല്ലേ? हम जो नए नियम में वास करते हैं, हम पूछते हैं कि मैं इतना धर्मी जीवन बिताया और उसके फलस्वरूप मुझे जीवन में समस्याएं संकटें क्यों हैं कर हम पूछते हैं. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചിന്തയിലും ഈ ഒരു ചിന്ത, ഈ ഒരു ആശയമില്ലേ, ഭക്തനായിട്ട് ജീവിച്ചാൽ പ്രശ്നരഹിതമായ ജീവിതം ഉണ്ടാകുമെന്ന്? हमारे सोच विचार में भी इस प्रकार की भावना है कि एक धर्मी और भक्ति जीवन बिताने से हमारे जीवन में कोई समस्या या संकटें नहीं आएंगी कर. പ്ലീസ് കം ഓൺ. ഒരു തലച്ചോറിന്റെ ഒരു ഭാഗത്ത് നമുക്കറിയേ അങ്ങനൊന്നും അല്ലെന്ന്. एक दिमाग के एक कोने में तो ऐसा है कि वैसा सब नहीं है कर फिर भी हम लोग सोच लेते हैं. അപ്പൊ ഒരു ഭാഗത്ത് നമുക്കറിയാവുന്ന കാര്യമാണ് കഷ്ടവും സങ്കടമൊക്കെ ഉണ്ട്, അങ്ങനൊന്നും അല്ല. हमारे दिमाग के एक कोने में तो यह कि समस्या और संकट किसी के भी जिंदगी में आएंगे. എന്നാൽ മറുഭാഗത്ത് കൂടുതൽ വെയിറ്റ് ഉള്ളത് ഭക്തനായിട്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് എന്തേ എനിക്ക് ഇങ്ങനെ. मगर ज्यादा दिमाग में हमारा यह भरा रहता है कि धर्मी और भक्ति के साथ में जीवन बिताने के बाद भी मेरे जीवन में समस्या क्यों हो रही है. നമ്മുടെ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നെന്നും നമ്മൾ കാണുന്ന, നമ്മൾ തിരിച്ചറിയുന്ന ഒരുത്തന്റെ ജീവിതത്തിൽ നേരിട്ടാൽ എന്തുകൊണ്ട് അവനിങ്ങനെ. मगर कई बार हमारे जीवन में समस्या नहीं होगा, मगर कोई और धर्मी व्यक्ति को देखने के बाद और जो कष्टों समस्याओं से जूझ रहे हैं उनके बारे में सोच करके हम ये सोचेंगे ये जीवन धर्मी व्यक्ति है मगर इसके जीवन में समस्या क्यों है. ഉണ്ടാകാറുണ്ടോ? ऐसा हम कई बार सोचते हैं. Come on please. उണ്ടो? ऐसा होता है हमारे साथ. समझ में आ रहा अभिषेक? जॉन बोलो ना, कुछ होता है? अंश कुछ समझ में आ रहा? नहीं? आप अच्छा रहे तो कोई समस्या होगा जीवन में? होगा पक्का? होगा पक्का? क्यों अभिषेक? जोहान होगा. നാം എത്ര ഭക്തരായിരുന്നാലും അതിന്റെ അർത്ഥം ജീവിതത്തിൽ പ്രശ്നമുണ്ടായില്ല എന്നല്ല. हम कितना भी धर्मी और भक्त जीवन बिताए तो इसका मतलब ये नहीं है कि हमारे जीवन में समस्याएं कठिनाइयां नहीं आएंगी. നാം എത്ര ഭക്തരായിരുന്നാലും നമുക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല എന്നാരും കരുതരുത്. हम कितनी भी भक्ति और धार्मिकता पाले हमारे जीवन में शत्रु का नहीं होना यह असंभव है. ഇവിടെ ഹിസ്കിയ രാജാവിന്റെ ജീവിതം ഒന്ന് അതാണ് കാണിക്കുന്നത്. यहाँ पर हिजकिय्याह राजा का जीवन यही बात को दर्शाता है. നാം ഭക്തരായി പ്രാർത്ഥനയോടെ വിശുദ്ധരായി ജീവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരുപക്ഷെ കുമിഞ്ഞുകൂടും. हम प्रार्थना के साथ भक्ति के साथ धार्मिक जीवन बिताए तो भी जो है शत्रु हमारे सामने आकर खड़ा हो सकता है.
ശത്രുക്കൾ നമുക്കെതിരായിട്ടുണ്ടാവും. हमारे जीवन में समस्याएं संकट हमारे सामने आ सकती हैं. നമ്മെ നിന്ദിക്കുന്നവർ എഴുന്നേൽക്കും. हमारी निंदा करने वाले लोग हमारे सामने उठ खड़े हो जाएंगे. ഒരു കാരണവുമില്ലാതെ നമ്മെ നിന്ദിക്കും. कारण बिना कारण ही लोग हमको हमारी निंदा करेंगे. യാതൊരു കാരണവും കൂടാതെ നമ്മെ അവർ ദ്വേഷിക്കും, ശത്രുക്കളായി കാണും. और लोग जो है शत्रुता हमारे साथ पालेंगे बिना कारणवश. നാം ഒരു ദോഷവും ചെയ്തിട്ടല്ല. हमने कोई किसी को तकलीफ नहीं दिया, फिर भी നാം നന്മ ചെയ്താൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് നന്മ അനുഭവിച്ചവർ നമുക്കെതിരാകും. हमारे हाथों से शायद भलाई दूसरों ने चखा होगा, वही व्यक्ति आकर तुम्हारा दुश्मन भी बन सकता है. സ്തോത്രം. ചോറ് കൊടുത്ത കൈക്ക് കടിക്കുന്ന പട്ടി എന്നൊരു പ്രയോഗമുണ്ട്. एक कहावत है मलयालम में, हाथ जो कुत्ते को रोटी देता है उसी का हाथ को काटने वाला कुत्ता होता है. അങ്ങനെയുള്ളവർ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. और वैसा हमारे जीवन में भी वैसा व्यक्ति होगा कोई. ഇപ്പോഴും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളിലൂടെയാകാം നാം കടന്നു പോകുന്നത്. इस प्रकार के कई संकटों से हम गुजरते होंगे. എന്നാൽ സ്തോത്രം, നാം അറിഞ്ഞുകൊള്ളുക അടുത്ത ചുവടുവയ്പ് നാം എന്ത് ചെയ്യണമെന്ന്. हमें यहाँ वचन से जानना है कि हमारा अगला कदम क्या होगा. ചിലർ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവമില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തും. और जो जिसके जीवन में कष्ट नहीं है वो सोचते हैं कि परमेश्वर ही नहीं है. കഷ്ടങ്ങൾ വരുമ്പോൾ അത് നിമിത്തം ദൈവത്തെ അവർ നിഷേധിക്കും. और कई लोग जो हैं जीवन में समस्याएं कठिनाइयां आ जाएं तो वो परमेश्वर को त्याग देते हैं या परमेश्वर को छोड़ देते हैं. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചതെന്ന് ചിന്തിച്ച് അവർ നിരീശ്വരവാദികളാകും. वो इस प्रकार कहते हैं कि मैं समस्याओं कठिनाइयों में था तो परमेश्वर जीवित होता तो मुझे बचाने के लिए नहीं आया, इसके लिए वो परमेश्वर को छोड़ देते हैं और बिना परमेश्वर के एथिस्ट बन जाते हैं. അങ്ങനെയൊന്നും നാം ആയി തീരരുത്. हम कोई उस प्रकार के स्वभाव के लोग ना बने. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിലും നാം ഭക്തരായി തന്നെ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഇയ്യോബിനെ പോലെ ജീവിച്ചോണം. हम लोग वैसा नहीं बने, बल्कि हमारे समस्याओं के बीच में भी हमारी भक्ति और धार्मिकता और परमेश्वर से निकट ही रहें. നമ്മുടെ ഭക്തിയും വിശ്വാസവും തെളിയിക്കുവാനുള്ള അവസരങ്ങളായി നാം അതിനെ കണക്കാക്കിക്കോണം. हमारी भक्ति और हमारा विश्वास को टटोलने का, जांचने का उस समय होता है. രണ്ടാമത്തെ കാര്യം, दूसरा बात यह है, സ്തോത്രം, നമുക്കറിയാം ഹിസ്കിയാവ് മരണകരമായ രോഗം ബാധിച്ചു കിടന്നു. हिजकिय्याह मृत्यु देने लायक एक बीमारी से ग्रस्त था. പ്രായം ഒത്തിരി ഉണ്ടായിരുന്നു ആ സമയത്ത്? उनका उम्र बहुत ज्यादा था क्या? ഇല്ല, नहीं, യൗവനത്തിലായിരുന്നു. उसके जवानी के दिनों में था. ആദ്യത്തെ കുഞ്ഞുപോലും ജനിക്കുന്നതിന് മുൻപാണ് ഹിസ്കിയാവിന് മരണകരമായ രോഗം ബാധിച്ചത്. को पहला संतान उत्पन्न होने से पहले ही वो बीमारी से ग्रस्त हो गया. അപ്പോൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ താൻ മരണാസന്നനായി. वो जवानी के दिनों में ही वो मरने की बीमारी उसके हो गई थी. ക്യാൻസർ ആയിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാം. हम सोच सकते हैं शायद वो कैंसर की बीमारी होगी. ഒരു ട്യൂമർ ആയിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. वो एक ये बात का श्योरिटी है कि वो एक ट्यूमर था या गांठ था. ഒരു പരു, ആ പരുവിന്മേലാണ് അത്തിപ്പഴക്കട്ടയൊക്കെ കൊണ്ടുവെക്കാൻ കർത്താവ് പറഞ്ഞതും താൻ സൗഖ്യമായത്. वो घाट बन गया था, उस घाट के ऊपर कुछ लगाने से वो घाव ठीक हो जाएगा, ऐसा भी वचन में लिखा है. അപ്പോൾ ഒരുപക്ഷെ ക്യാൻസർ ബാധിതനായി തീർന്നു. शायद उसे कैंसर बाधित था वो, മരണാസന്നനായി. और वो मृत्यु के करीब पहुंच गया ചെറുപ്രായത്തിൽ മരിക്കാറായി. और जवानी के दिनों में ही वो मर गया. നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ഇതുപോലെ മാരകമായ രോഗങ്ങൾ നാം ഭക്തരാണെങ്കിലും നമുക്കുണ്ടാകാം. एक भक्त के जीवन में भी शायद जवानी के दिन में भी वो मृत्यु उसके जीवन में आ जाए. സ്തോത്രം, അങ്ങനെയുള്ള രോഗങ്ങൾ നമ്മെ ബാധിച്ചാലും കർത്താവിനെ നാം സംശയിക്കരുത്. उस मृत्यु देने लायक बीमारी से आप ग्रस्त हो जाए, फिर धर्मी जीवन बिताने के बाद पर भी परमेश्वर पे शक नहीं करना. കർത്താവിനെ നാം നിന്ദിക്കരുത്, തള്ളിക്കളയരുത്. और परमेश्वर की निंदा न करना, उसे छोड़ नहीं देना. ആ കഷ്ടങ്ങളുടെയും രോഗങ്ങളുടെയും നടുവിലും ദൈവം ഉണ്ട് എന്ന ഉറപ്പോടെ കർത്താവിങ്കിലെ വിശ്വാസത്തെ നാം धीरമായി പിടിച്ചുകൊള്ളണം. उस संकटों के बीच में, निंदाओं के बीच में भी इस बात पे धैर्य रखना कि परमेश्वर आपके संग है कर कर. സ്തോത്രം. മൂന്നാമതൊരു കാര്യം,
तीसरी बात बताना चाहता हूँ, ഇങ്ങനെയുള്ള കഷ്ട രോഗ സങ്കടങ്ങളുടെ നടുവിൽ എന്തായിരുന്നു ഹിസ്കിയാവിന്റെ പ്രതികരണം? इस संकट में, बीमारियों में, कठिनाइयों के बीच में हिजकिय्याह किस प्रकार का व्यवहार दिखाता था? പ്രശ്നങ്ങളുടെ മുൻപിൽ ഹിസ്കിയാവ് ആരുടെ അടുക്കലാണ് പോയത്? अपने जीवन के होने वाली प्रश्नों के सामने वो किसके सामने जाकर गिड़गिड़ाने लगा? താൻ ആരിലാണ് ആശ്രയിച്ചത്? वो किस पर जाकर भरोसा करता था? തന്റെ വേദന ആരോടാണ് പങ്കുവെച്ചത്? वो खुद की पीड़ा को किसके साथ में जाकर बांटता था? എല്ലാത്തിനും ഉത്തരം ഒന്നേ ഉള്ളൂ. उस सभी का उत्तर एक ही है. എന്താണ്? वो क्या है? He went unto the Lord. वो यहोवा के पास गया. Praise God. He went unto his presence. वो यहोवा के उपस्थिति में चला गया. He opened up the letter Sennacherib sent to him. सेनाकरीब ने जो चिट्ठी उसे लिखी थी उसे खोल कर रख दिया. അവന്റെ ഹൃദയത്തിന്റെ മുഴുവൻ വേദനകളും അവൻ ദൈവത്തോടാണ് അറിയിച്ചത്. और उसके दिल की सारी पीड़ाओं को परमेश्वर के सामने खोल कर रखता है. താൻ ദൈവമുമ്പാകെ തന്റെ പ്രശ്നങ്ങൾ വയ്ക്കുമ്പോൾ ദൈവമേ നീ ദൈവമല്ലേ എന്ന് ചോദിച്ചില്ല. वो अपनी समस्याओं की चिट्ठी सामने रखकर भी परमेश्वर से ये नहीं कहता समस्याओं के बीच में तू मेरा साथ नहीं दे रहा कर. പക്ഷെ അവിടെയും അവൻ ഏറ്റുപറയുന്നത് നീ മാത്രം ദൈവമെന്നാണ്. वहां पर भी ये बात को कबूल करता है कि सिर्फ तू ही अकेला परमेश्वर है कर. 15-ാം വാക്യം ഒന്നും കൂടെ വായിച്ചേ. उसका 15वां वचन जरा हम पढ़ें. Yeah. O Lord God of Israel. Yeah. Thou art the God you alone are the God. ദൈവമേ നീ ദൈവമാകുന്നു, നീ മാത്രം ദൈവമാകുന്നു. हे यहोवा तू परमेश्वर है और तू ही केवल परमेश्वर है. നമ്മുടെ കഷ്ടതകളുടെ ഏറ്റവും വല്ലാത്ത നിമിഷങ്ങളിലും ഒന്ന് നാം ദൈവസന്നിധിയിലേക്ക് വേണം ചൊല്ലുവാൻ. हमारे भयानक संकटों के बीच में भी हम परमेश्वर की उपस्थिति को खोज कर पहुंच जाए वहां पर. വേറെ എങ്ങും നാം പോയി മുട്ടരുത്. हम कहीं और दरवाजे पे कोई खटखटाने की कोई आवश्यकता है नहीं. ആരിലും വേറെ ആരിലും ആശ്രയിക്കരുത്. किसी और पर भरोसा करने की जरूरत है ही नहीं. നമുക്കൊരു പക്ഷേ ആശ്രയിക്കാൻ മറ്റു പലതും കാണും. हमारे भरोसा के लिए हम लोग कई लोग होंगे, अवस्थाएं होंगी, പക്ഷേ അതിലൊന്നിലും ആശ്രയിക്കരുത്. मगर उन सबों पर भरोसा नहीं रखना. യഹോവയിങ്കിലേക്ക് ചെല്ലുക. सिर्फ यहोवा में भरोसा रखिए. ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. परमेश्वर की उपस्थिति में जाइए ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ അധികം സമയം ചെലവഴിക്കുക. और उन समयों में जो है अधिकतर समय प्रार्थनाओं में बिताइए. എന്നിട്ട് ദൈവത്തോട് ദൈവം ആരാണെന്ന് ഏറ്റുപറയുക. और उस परमेश्वर की उपस्थिति में परमेश्वर कौन है इसको डिक्लेयर कीजिए. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? आप लोग हमारे संग हैं. സ്തോത്രം. Confess unto the Lord who the Lord is. हमें घोषणा करना होगा कि कौन परमेश्वर है कर. സ്തോത്രം. ദൈവമേ നീ ദൈവമാകുന്നു. परमेश्वर तू खुदा है, परमेश्वर है. നീ മാത്രം ദൈവമാകുന്നു. तू अकेला ही केवल परमेश्वर है. നീയാണ് ആകാശ ഭൂമികളെ മുഴുവനും രചിച്ചവൻ. पृथ्वी और आकाश सभी को रचना करने वाला भी तू ही है. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? आप लोग समझ रहे हैं? നമ്മുടെ കഷ്ടതകളിൽ നാം എന്താ ചെയ്യുന്നത്? हमारी समस्याओं के बीच में हम अक्सर क्या करते हैं? പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് ചെല്ലാറുണ്ട്, സമ്മതിച്ചു. अक्सर हम जाते हैं परमेश्वर की उपस्थिति में, പക്ഷെ ദൈവത്തോട് പറയുന്നത് എന്തുവാ? मगर परमेश्वर से हम क्या कहते हैं? പരാതികളാണോ അതോ ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റുപറച്ചിലുകളാണോ? परमेश्वर से हमारे संकटों के बारे में दुख दर्द समझाते हैं या परमेश्वर की महानता को याद करते हैं? Come on. Whether we complain against God or we confess who and what he is. हम परमेश्वर के सामने हमारे समस्या कितनी बड़ी है ये समझाते हैं या परमेश्वर महान है कर हम उससे कहते हैं? या शिकायत होता है या परमेश्वर की महिमा की हम बयान करते हैं? Praise God.
ഇവിടെ പരാതികളൊന്നും ഹിസ്കിയാവ് പറഞ്ഞില്ല. यहाँ पर कोई भी शिकायत हिजकिय्याह नहीं करता, പക്ഷേ ദൈവത്തെ അവൻ ഏറ്റുപറയുകയാണ്. मगर परमेश्वर को वो डिक्लेयर करता है. സ്തോത്രം. എന്നിട്ട് താഴോട്ട് വരുമ്പം പറയുന്നു, അശൂർ രാജാവ് വേറെ ദൈവങ്ങളെയൊക്കെ എടുത്തു കളഞ്ഞു എന്നുള്ളത് ശരിയാ. अशूर राजा ने कई और मूर्तियों को निकाल फेंका, ये बात तो सही है. 17 उसका 17वां आयत. ഇത് സത്യമാ. അന്യജാതികളുടെ രാജ്യങ്ങളെ പിടിച്ചടക്കി അവരുടെ ദൈവങ്ങളെ പോലും ചുട്ടുകരിച്ചു കളഞ്ഞു. ശരിയാ, അത് സത്യമാ. अशूर के राजा ने कई देशों को अधीन बनाया और वहां के देवताओं को उसने नष्ट भी कर दिया, ये सच है. പക്ഷെ അടുത്ത വാക്യം, मगर आगे कहिए क्या कहता है. For they were no gods. ശരിയാ, അവരുടെ ദൈവങ്ങളെ അശൂർ രാജാക്കന്മാര് സംഹരിച്ചു. കാരണം അവരൊന്നും ദൈവങ്ങളല്ലായിരുന്നു. अशूर के राजाओं ने देवताओं को आग में झोंक दिया, ठीक किया उसने, मगर ये सही में परमेश्वर नहीं थे. പക്ഷേ ഇവിടെ ഹിസ്കിയ പറയുന്നു, നീ ആ ജാതികളുടെ ദേവന്മാരെ പോലെ അല്ല. ये दुनिया के जातियों के देवताओं के समान तू नहीं है परमेश्वर. സ്തോത്രം. നീ സാക്ഷാൽ ദൈവമാണ്. तू साक्षात परमेश्वर है, मैं जानता हूँ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവനാണ്. पृथ्वी और आकाश को रचने वाला परमेश्वर. നീ മനുഷ്യരുടെ സൃഷ്ടിയല്ല. तू मनुष्य के हाथों की रचना नहीं है. സ്തോത്രം. നീ ഏതെങ്കിലും ഒരു വിഗ്രഹമല്ല. तू कोई एक मूर्ति नहीं है. ഞങ്ങൾ ദൈവമേ എന്ന് വിളിച്ചത് കൊണ്ട് നീ ദൈവമായതല്ല. हम तुमको परमेश्वर पुकारने से भी तू परमेश्वर नहीं बनता है. നീ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ നിന്നെ ദൈവമേ എന്ന് വിളിക്കുകയാണ്. तू परमेश्वर है ये जान करके हमने आपको परमेश्वर पुकारा है. അതുകൊണ്ട് ആ ദൈവങ്ങളല്ലാഞ്ഞ ദൈവങ്ങളെ ഇല്ലാതാക്കിയതുപോലെ ദൈവമായ നിന്നെ ഇല്ലാതെയാക്കുവാൻ ഇവർക്ക് കഴിയുകയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. जो परमेश्वर नहीं है उसे तोड़ दिया, खत्म कर दिया, मगर वैसे तू परमेश्वर है, तू हमेशा परमेश्वर रहेगा और तेरी नाम की प्रशंसा करेंगे हम. നമ്മുടെ ജീവിതത്തിലെ പ്രശ്ന സങ്കീർണതകളുടെ നടുവിൽ നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിയുക. हमारे समस्याओं के बीच में हमें यह जानना है कि हमारा परमेश्वर कौन है कर നമ്മുടെ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് और തിരിച്ചറിയുക. हमें यह जानना है कि हमारे परमेश्वर से क्या सामर्थ्यवान परमेश्वर है कर ആ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുക. उस परमेश्वर पर पूरा भरोसा हो जाना चाहिए. ഹല്ലേലൂയ. സ്തോത്രം. അത് നിമിത്തം ഹിസ്കിയാവ് അശൂർ രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കപ്പെട്ടു. और इसके वजह से जो है अशूर राजा के हाथों से बच जाता है इसका राजा. സ്തോത്രം. ഒരു യുദ്ധം നടക്കുന്നില്ല. वहां पर एक युद्ध नहीं छिड़ता है. യുദ്ധം ചെയ്യാതെ തന്നെ ഹിസ്കിയാവ് വിജയിച്ചു. बिना युद्ध के ही हिजकिय्याह राजा जीत जाता है वहां पर. യുദ്ധം ചെയ്യാതെ തന്നെ അശൂർ രാജാവ് തോറ്റു. और युद्ध के बिना ही अशूर का राजा युद्ध हार जाता है. പക്ഷേ യുദ്ധം ഉണ്ടായി അവിടെ. मगर युद्ध वहां पर हुआ. ആരാ യുദ്ധം ചെയ്തത്? और युद्ध वहां पर किसने किया? ദൈവം തന്നെ ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തു. यहोवा ने ही इजराइल के लिए युद्ध किया. പക്ഷെ ഒരു സൈന്യത്തെയും ഇറക്കിയില്ല. मगर कोई सेनाओं को युद्ध के लिए नहीं निकाला गया. പക്ഷേ പിന്നെ फिर क्या हुआ? ഒരാള് മാത്രമേ യുദ്ധത്തിന് പോയുള്ളൂ. एक ही व्यक्ति युद्ध के लिए निकल पड़ा था. ആരായിരുന്നു? वो कौन था? സുജിത് ബ്രദർ. तो एक जन गया था. സ്വർഗ്ഗദൂത്. ഒരു ദൂതനെ ദൈവം അയച്ചു. एक ही स्वर्गदूत गया था युद्ध के लिए. എത്ര പേരെ കൊന്നു? और कितने लोगों को मार डाला? ബെൻസി. സ്തോത്രം. 1,85,000 അശൂർ പടയാളികളെ അവർ ഒറ്റ ദൂതൻ ഒരു രാത്രി കൊണ്ട് കൊന്നു. 1,85,000 अशूर के सेनाओं को मार दिया उसने. 25ാമത്തെ വാക്യല്ലേ? 35. ഓക്കെ, വായിച്ചോ.
സ്തോത്രം. ദൈവം തന്റെ ദൂതനെ അയച്ച് തന്റെ ഭക്തന് വേണ്ടി പ്രവർത്തിച്ചു. परमेश्वर ने परमेश्वर के स्वर्गदूत को भेजकर इजराइल के लोगों को बचा लिया. പുതിയ നിയമത്തിൽ നമുക്കറിയാം ദൂതരെ അയച്ച് അപ്പോസ്തലന്മാരെ വിടുവിച്ച കാര്യം. पर नए नियम में भी हम देखते हैं कि स्वर्गदूतों को भेजकर प्रेरितों को किस प्रकार उसने बचाया. സ്തോത്രം. നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിന് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇന്നും കഴിയുമെന്ന് വിശ്വസിക്കുക. परमेश्वर आज भी इस प्रकार का काम, सामर्थ्य काम आपके साथ भी कर सकता है. इस पर विश्वास നാമും कीजिएगा. യെഹെസ്കീയാവിനെ പോലെ ഭക്തിയോടെ ജീവിക്കുക. हम भी हिजकिय्याह राजा की तरह भक्ति के साथ जीवन बिताए. എന്നാലും പ്രശ്നങ്ങളും രോഗങ്ങളും കഷ്ടങ്ങളും ശത്രുക്കളും ഉണ്ടാകുമെന്ന് തിരിച്ചറിയുക. और इसके बावजूद आपके जीवन में समस्याएं, कठिनाइयां, परेशानियां, निंदा आएंगी. മൂന്നാമത് ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ ദൈവത്തെ തള്ളിക്കളയാതിരിക്കുക. और उन समस्याओं के बीच में आप परमेश्वर की निंदा और कंप्लेनिंग न करें. നാലാമത് ഈ സാഹചര്യങ്ങളിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. പ്രാർത്ഥനയിൽ അധികം സമയം ചെലവഴിക്കുക. और इस अवस्थाओं के बीच में भी परमेश्वर पर ही भरोसा कीजिएगा और प्रार्थना कीजिएगा. കർത്താവ് നമ്മെ അവയിൽ നിന്നും വിടുവിക്കും. और परमेश्वर उन समस्याओं, कठिनाइयों से आपको छुटकारा दिलाएगा. ദൈവത്തിന്റെ നാമത്തെ നമ്മിലൂടെ ദൈവം और മഹത്വപ്പെടുത്തും. परमेश्वर की महिमा हमारे द्वारा दूसरे लोग को देख पाएंगे. ഹല്ലേലൂയ. ആ കർത്താവിൽ നമുക്ക് ഹിസ്കിയാവിനെ പോലെ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. हिजकिय्याह की तरह हम भी परमेश्वर पर भरोसा रखें. इन वचनों के द्वारा आपका जीवन आशीषित हो. ആമേൻ. പ്രൈസ് ഗോഡ്.